അവിടെ ജയിലിന് പുറത്ത് അതിനാടകീയ രംഗങ്ങളാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അല്ല വലിയൊരു സംഭവമല്ല, ഒരിക്കലും അതല്ല. പക്ഷെ എന്നിട്ടും പോലീസ് ഒരു എഫ്ഐആർ പോലും എന്നെ കള്ളക്കേസ് കുടിക്കവർക്ക് നേരത്തെ എടുത്തിട്ടില്ല. ആ വേദന എടുത്ത പുരുഷന്മാർക്ക് നീതി കിട്ടാൻ വേണ്ടി അദ്ദേഹത്തെ ഈ ഒരു സ്ത്രീ മനഃപൂർവ്വം കൊടുക്കുക, ഹണി ട്രാപ്പിൽപ്പെടുത്തിയതാണ്. അല്ല, നിങ്ങൾ ബോബിയുടെ ശത്രുക്കളാണോ മിത്രങ്ങളാണോ ഈ പടക്കമൊക്കെ ജയിലിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പൊട്ടിക്കുന്നത്? ഞങ്ങളെ മിത്രങ്ങൾ തന്നെയാണ്. ഞങ്ങളുടെ സന്തോഷ പ്രകടനമാണ് ഞങ്ങള്. ഇതാണോ സന്തോഷ പ്രകടനം? അതായത് തികച്ചും നിയമലംഘനമല്ലേ? ഇത് തികച്ചും നിയമലംഘനമല്ല. നിയമലംഘനമല്ല. ബോബി ചെമ്മണ്ണൂർ കൂടി ഇനിയും അകത്തേക്ക് പോകേണ്ടി വരില്ല. കേസെടുക്കില്ലേ വീണ്ടും? ദീപാവലിക്ക് നിങ്ങൾ ബോബി ചെമ്മണ്ണൂരിന്റെ ശത്രുക്കളാണോ? കാരണം ഇത് കോടതിക്ക് ജയിലിന് പുറത്തല്ലേ, സ്വാഭാവികം കേസെടുക്കില്ലേ? ഞങ്ങൾക്ക് സന്തോഷിക്കണമല്ലോ, ഞങ്ങളുടെ സന്തോഷമാണത്. ഒരു നീതി നിഷേധിച്ച ഒരു വ്യക്തിക്ക് ഞങ്ങൾ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് സന്തോഷിക്കാൻ വീണ്ടും ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് വരില്ലേ? അല്ലെന്ന് പറഞ്ഞാൽ അല്ല, വീണ്ടും ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് വരില്ലേ? ഇന്നലെ പോലീസ് പൊട്ടിക്കാൻ പറഞ്ഞു, കുഴപ്പമില്ല. ഈ നാടകങ്ങൾ എന്തിനാണ് വീണ്ടും എന്തിനാണ്? എങ്ങനെയാണ്, ആരാണ് നാടകം കളിച്ചത്? ഞങ്ങള് പടക്കം പൊട്ടിക്കട്ടെ. പോലീസാ, നമ്മളല്ല. ഞങ്ങൾക്ക് പടക്കം ഈ തെരുവിലിട്ട് പൊട്ടിക്കുന്ന സമയത്ത് വീട്ടിലിട്ട് പൊട്ടിച്ചാ പോരെ? അല്ലാതെ വീട്ടിലിട്ട് പൊട്ടിച്ചാ പോരെ? തെരുവിലിട്ട് പൊട്ടിക്കണെന്തിനാ? ഇത് തെരുവല്ല, ഇത് മാറി. ഞങ്ങൾക്ക് ഇന്നലെ പെർമിഷൻ കിട്ടിയില്ല. പൊട്ടിക്കുന്നത് ജയിൽ അവിടെയല്ലേ? ഞങ്ങൾ എന്തോരം മാറിയാണ് ഞങ്ങള്. എന്തായാലും പോലീസുകാരോട് കൂടി കാര്യങ്ങൾ ചോദിക്കാം. സാറാ ഇത് സംബന്ധിച്ച് കേസെടുക്കേണ്ടി വരുമോ? കേസെടുക്കേണ്ടി വരും. എന്താണ് ഈ തെരുവിലിട്ട് പൊട്ടിച്ചാൽ കേസെടുക്കേണ്ടി വരും? സാറേ, കേസെടുക്കേണ്ടി വരുമോ? സാറേ, അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് പോലെ കേസെടുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് പറയുന്നത്. പോലീസുകാർ കൃത്യമായി പറയുന്നു, കേസെടുക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് സ്വാതി. ഉറച്ച തീരുമാനത്തിലാണ് പടക്കം പൊട്ടിക്കുക എന്നുള്ളതാണ്. ബോബി ചെമ്മണ്ണൂരിന്റെ സുഹൃത്തുക്കളാണ് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് പരസ്പര സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പടക്കം പൊട്ടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മൾക്ക് തീ കൊളുത്താൻ പോവുകയാണ് പടക്കത്തിന്. ബോബി ചെമ്മണ്ണൂരിനെതിരെ വീണ്ടും കേസ് വരാനുള്ള ഒരു സാധ്യത കൃത്യമായി തന്നെ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. കാരണം ജയിലിന് പുറത്തിട്ട് പടക്കം പൊട്ടിക്കുകയാണ്, അതും റോഡ് സൈഡിലാണ് ഈ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ പോലീസ് അത് വിലക്കിയതാണ്. വീണ്ടും പടക്കം പൊട്ടിക്കാനുള്ള ഒരു നീക്കം. എന്തായാലും മെൻസ് അസോസിയേഷൻ ഭാരവാഹികളാണ് പടക്കം പൊട്ടിക്കാൻ ശ്രമിക്കുന്നത്. ഇന്നലെ തന്നെ ഇവരെ പടക്കം പൊട്ടിക്കാൻ പോലീസ് അനുവദിച്ചിരുന്നില്ല. ഇപ്പോൾ വീണ്ടും പടക്കം പൊട്ടിക്കാൻ പൊട്ടിക്കുന്നില്ലല്ലോ. ഒരു ഓലപ്പടക്കം പൊട്ടിക്കുന്നത് എന്താണ് തെറ്റ്? അതും പാവം ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി. വീണ്ടും കേസ് വരില്ല ചേട്ടാ. ബോബി വീണ്ടും പ്രതിയാണ്, വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഞങ്ങൾ സംഘടനപരമായിട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ബോബി ഏറ്റെടുക്കണേ? പിന്നെന്താ, എങ്ങനെയാണ് ഞങ്ങൾ ജയിലിൽ പോകുന്നത്? ബോബി നിങ്ങൾ ജയിലിൽ പോകുന്ന തയ്യാറാണോ? പിന്നെന്താ, ജയിലെന്താ വലിയ സംഭവം? എത്രയോ നിരപരാധി ഇതിനകത്ത് ജയിലിൽ കിടക്കല്ലേ? പറയുന്നത് ന്യായമാണ്. പോലീസ് ഒന്നും അല്ല ഇതിൽ. ഇന്നലെ ഇവിടെ പോലീസ് പറഞ്ഞല്ലോ ഞങ്ങളെ ജയിലിൽ കൊണ്ടുപോയിക്കോട്ടെ. ഇന്നലെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് സമയത്തിന് എത്താൻ പറ്റിയില്ല, ഒരല്പം ബ്ലോക്കായി. ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ കാണുന്നത് പോലെ തന്നെ ആരെല്ലാം എതിർത്താലും പടക്കം പൊട്ടിക്കുമെന്നുള്ളൊരു നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. നാടകങ്ങൾക്ക് പുറകിൽ നാടകമായി ഈ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റും അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ റിലീസിംഗും എല്ലാം നാടകത്തിന്റെ പുറത്ത് നാടകമായി തന്നെ മാറുന്ന ഒരു കാഴ്ച ഇപ്പോഴും മെൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പടക്കം പൊട്ടിച്ച് അടങ്ങൂ എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അവരെ അതിന് സമ്മതിക്കില്ല എന്നുള്ളൊരു നിലപാട് പോലീസ് സ്വീകരിച്ചിരിക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂർ മടങ്ങിപ്പോയതുകൊണ്ട് അവർക്ക് സാധ്യമാകാതിരുന്ന ഒരു കാര്യം അതുകൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതാണ്. ബോബി ചെമ്മണ്ണൂർ നേരത്തെ തന്നെ മടങ്ങിപ്പോയതുകൊണ്ട് അവർക്ക് ചില കാര്യങ്ങൾ സാധ്യമായിരുന്നില്ല, അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതാണ്. ഞാൻ പറയുക, നിങ്ങൾ പൊട്ടിക്കണ്ടെന്നാ പറയുന്നത്. സാറേ, കേസെടുക്കും. ഇതിന് തീരുമാനമാവട്ടെ. പ്രസിഡന്റ്
അങ്ങനെ നാടകീയ സംഭവങ്ങൾ തന്നെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. കിട്ടിയ അവസരം കൃത്യമായി തന്നെ ഫെൻസ് അസോസിയേഷൻ മുതലാക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ബോബി ചെമ്മണ്ണൂരിന്റെ പേരിൽ തങ്ങൾക്ക് കിട്ടുന്ന ആ അവസരം കൃത്യമായി തന്നെ അവർ മുതലെടുക്കുകയാണ്. പോലീസ് പടക്കം വാങ്ങിയെടുത്തിരിക്കുകയാണ്. തടയുവാണ്. ഇത് കടുത്ത അനീതിയാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. ഇത് ഞങ്ങളുടെ ആഹ്ലാദ പ്രകടനം നടത്താൻ ഞങ്ങൾ അനുവദിക്കണം. ഞങ്ങളുടെ ആഹ്ലാദ പ്രകടനം നടത്താൻ ഞങ്ങൾ അനുവദിക്കുക. പടക്കം പോലീസ് തിരികെ വാങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഇവർക്ക് സാധ്യമാകാതിരുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എന്തായാലും ഇന്നലെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നതല്ലേ? പൊട്ടിച്ചോളം പറഞ്ഞ ഇപ്പൊ അവര് റൂട്ട് മാറ്റുക. ഞങ്ങൾ പൊട്ടിച്ചിരിക്കും. മാല എന്ത് ചെയ്ത്? ഈ മാല ഞങ്ങള് ബോച്ചണ്ണൂര് തൃശ്ശൂർ കോട്ട ഇടാൻ പോവാ. ഇടാൻ പറ്റില്ലല്ലോ. ഞങ്ങള് വന്ന ലേറ്റായി. ഞങ്ങൾ തൃശ്ശൂർ പോവാ. തൃശ്ശൂരേക്ക് പോകണേ. ഞങ്ങള് തൃശ്ശൂർ കൊണ്ട് ഇട്ടിരിക്കും. ഇവിടെ പടക്കം പൊട്ടിച്ചിട്ട് അവിടെ കൊണ്ട് ഇട്ടിരിക്കും. ഇവിടെ പടക്കം പിടിച്ചിട്ട് പോയില്ലേ പോലീസ്? പടക്കം പൊട്ടിച്ചിരിക്കും. പടക്കം പിടിച്ചിട്ട് പോയി. ഞങ്ങള് വേറെ പടക്കം ഉണ്ടോ? വേറെ ഉണ്ട്. ഒന്ന് പോയ 50 എണ്ണം പൊട്ടിക്കും. ഞങ്ങള് 50 എണ്ണം പൊട്ടിക്കും. ഞങ്ങള് തീരുമാനിച്ച് ജയിലിൽ പോകാൻ തന്നെ തീരുമാനിച്ചിറങ്ങിയിരിക്കുക. അവർ ഇന്നലെ പറഞ്ഞു പൊട്ടിച്ചോളാൻ പറഞ്ഞ ഞങ്ങളോട്. ഇതാണെങ്കിൽ എല്ലാ പടക്കങ്ങളും നിരോധിക്കണം. ഇവിടെ ദീപാവലിക്ക് നടു റോഡിൽ ഗുണ്ട് പൊട്ടിക്കുന്നു. ഒരു ചൈനീസ് പടക്കം, ചെറിയ പടക്കം. അല്ല, അപ്പൊ എന്തായാലും വേറെ പടക്കം മേടിക്കാൻ ആളെ വിട്ടിട്ടുണ്ടോ? വേറെ പടക്കമുണ്ട് നമ്മുടെ. വേറെ പടക്കമുണ്ട്. അത് വിളിച്ചു വെച്ചങ്ങനെ. ഇതിപ്പോ ബോബി ചെമ്മണ്ണൂർ തൃശ്ശൂർ കൊണ്ട് ഞങ്ങളെ ഇട്ട് സ്വീകരിച്ച് അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കാൻ പോവുകയാണ്. തൃശ്ശൂരേക്ക് പോവാണ്. പോവാണ്. ഞങ്ങൾ ലേറ്റ് ആയതിന്റെ ഒരു ഇതാ. എല്ലാവരും ഞങ്ങൾ അവിടെ വെച്ച് തന്നെ ഇതെല്ലാം പടക്കവും പൊട്ടിച്ച് പുള്ളിക്ക് മാല കിട്ടും. അയാൾ സമ്മതിച്ചോ പടക്കം പൊട്ടിക്കണമെന്ന് പുള്ളി പറഞ്ഞോ? അയാളെ കേസിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലെങ്കിലും അയാളെ ഞങ്ങളുടെ സന്തോഷമാണ്. നിങ്ങളുടെ സന്തോഷത്തിന് ഈ ഒന്ന് ജയിലിന് പുറത്താണ് ഈ പടക്കം പൊട്ടിക്കുന്നത്. 2 കേസ് എടുക്കുമെന്ന് പറഞ്ഞു. സ്വാഭാവികമായും ബോബിക്ക് വേണ്ടി ചെയ്യാൻ നേരത്ത് ബോബിയും കൂടി ഇത് പ്രതിയാകേണ്ടി വരും. അതെങ്ങനെ പ്രതിയാവുന്നത്? ജനങ്ങളുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നതിന് അദ്ദേഹം അങ്ങനെ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ചെത്തിയ ആളുകളാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ അദ്ദേഹത്തെ അനുകൂലിച്ചെത്തിയ ആളുകൾ ഏതെങ്കിലും തരത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു പടക്കം പൊട്ടിക്കാനായിട്ട്? ഒരു നിർദ്ദേശവും തന്നിട്ടില്ല. അദ്ദേഹമായിട്ട് സംസാരിക്കാൻ പോലീസ് പറഞ്ഞല്ലോ പടക്കം പൊട്ടിക്കാൻ. ജയിലിനകത്ത് കിടക്കുന്ന അദ്ദേഹത്തെ ഞങ്ങൾ എങ്ങനെ സംസാരിക്കുന്നത്? അപ്പൊ പോലീസ് പറഞ്ഞിരുന്നല്ലോ പടക്കം പൊട്ടിക്കാൻ. പോലീസ് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്തോഷം പ്രകടിപ്പിക്കണ്ടേ? അത് നിയമലംഘനമല്ലേ? സ്വാഭാവികമായി ഇവിടെ പൊട്ടിക്കാൻ ഒരു 90 ദിവസം വരെ അകത്തിടാൻ വേണ്ടിട്ട് ശ്രമിച്ച ആളുകളല്ലേ? തിരിയൊക്കെ ഉണ്ട്. തിരിയുണ്ട്. ചേട്ടാ, അതിന് തിരിയൊന്നുമില്ല, മരുന്നും തീർന്നു. എന്തായാലും മാലയിടാനുള്ള പരിപാടിയെങ്കിലും ചെയ്യും ബാക്കി. അതെ അത് ചെയ്തോളാം. പടക്കവും പൊട്ടിക്കും, എല്ലാം ചെയ്യും. കുറച്ച് കഴിയും. ഞങ്ങൾ പൊട്ടിച്ചിട്ടോളൂ. വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഞങ്ങൾ പോലീസ് കേസെടുക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ പ്രസിഡന്റ് അവിടെ പോയി. അതൊന്നും പ്രശ്നമില്ല. എന്തായാലും കേസ് കൃത്യമായി തന്നെ പ്രസിഡന്റ് വിളിക്കുന്നുണ്ട്. പ്രസിഡന്റ് എങ്ങനെയാണ് പോലീസ് കേസെടുക്കുമെന്നൊക്കെ പറഞ്ഞു? പടക്കം പൊട്ടിച്ച് പോവുള്ള പടക്കം അവരെടുത്തോണ്ട് പോയി കഴിഞ്ഞു. പടക്കം മേടിക്കുന്നില്ല. വേറെ പടക്കം വാങ്ങി പൊട്ടിക്കും. അത് ഇവിടെ തന്നെയാണോ അല്ലെങ്കിൽ മാറ്റിയാണോ? എവിടെ ആയാലും ഞങ്ങൾ ആഘോഷിക്കും. തൃശ്ശൂർ പോയിട്ട് ബോബിക്ക് മാല ഇടുന്നു. അതെ, വീട്ടിലെ അദ്ദേഹത്തിന്റെ തൃശ്ശൂരോട്ട് പോകുന്നുണ്ട്. ഞാൻ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു കാര്യമുണ്ട്, ഈ ബോബി സാറിനോട് പറയണം. നമ്മൾ പറയേണ്ടത് എന്താണെന്നോ, ബോബി സാറ് ലോകത്തിനോട് ആ സത്യം തുറന്നു പറയണം. തുറന്നു പറഞ്ഞേ പറ്റൂ. കാരണം ഇവിടെ നടക്കുന്നത് ഇപ്പൊ അജിത് സാറ് അതിനുവേണ്ടി ഫസ്റ്റ് ഇറങ്ങി ഈ സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആക്ട് അനുസരിച്ച് ദുരുപയോഗം ചെയ്യണേ സ്ത്രീകൾ, ഒട്ടുമിക്ക സ്ത്രീകൾ. എന്തായാലും ചേച്ചി കൃത്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ പറയാൻ ചേച്ചി ശ്രമിക്കുകയാണ്. ആ ചേച്ചി പറയുന്ന കാര്യങ്ങൾ ബോബി ചെമ്മണ്ണൂർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ഒരു സ്ത്രീയുടെ പുറകെ നടന്ന് നിരന്തരം ശല്യം ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെയും അനുകൂലിച്ച് ആളുകൾ എത്തിയിരിക്കുന്നത്. വീണ്ടും ആവശ്യത്തിൽ തന്നെയാണ്. പടക്കം പൊട്ടിച്ചേ പോവുള്ളൂ. ഞങ്ങളെ പടക്കം പൊട്ടിച്ചോളൂ പോവുള്ളൂ. പ്രസിഡന്റ് പടക്കം പൊട്ടിക്കാതെ മടങ്ങി പോകില്ല എന്നാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോലീസ് മാറി ആ ഭാഗത്തൊക്കെ നിൽക്കുന്നുണ്ട്. ഡിവൈഎസ്പി അടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. സാറേ, ഇത് പടക്കം പൊട്ടിച്ച കേസെടുക്കും? പിന്നെ ഇതൊരു സുരക്ഷിത മേഖലയല്ലേ, ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ അല്ലേ, ഒരു ജയിൽ ഇവിടെ തൊട്ടടുത്തുള്ളതല്ലേ. കൂടാതെ പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ പടക്കം പൊട്ടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഉത്സവ സമയത്ത് അല്ലെങ്കിൽ പ്രത്യേക മേഖലകളിലൊക്കെ പടക്കം പൊട്ടിക്കുന്ന പോലെ ആണ് ജയിലിന്റെ ചുറ്റും വന്ന് പടക്കം പൊട്ടിക്കുന്നത്. നമ്മൾ കൃത്യമായി മറുപടി കൊടുത്തിരുന്നു, അനുവദിച്ചിരുന്നു എന്ന് അവർ പറയും. ഇല്ല, അങ്ങനെ ഒരു അനുവാദമൊന്നുമില്ല. പൊതുസ്ഥലത്ത് പടക്കം പൊട്ടിക്കാനും എല്ലാ സമയത്തും പടക്കം പൊട്ടിക്കാൻ അനുവാദമില്ല. ഓരോ പ്രത്യേക അവസരങ്ങളിൽ, ഉത്സവങ്ങളിൽ, ആഘോഷങ്ങൾക്കൊക്കെ നമുക്ക് പടക്കം പൊട്ടിക്കാം. അതല്ലാതെ ജയിൽ പോലെ ഒരു സുരക്ഷിത മേഖലയിൽ ആരെങ്കിലും പടക്കം പൊട്ടിക്കും? അത് തന്നെയല്ല, പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ പടക്കം പൊട്ടിക്കാവും.
ഇതൊക്കെ എക്സ്പ്ലോസീവ്സ്, സ്ഫോടനം നടക്കുന്ന ഒരു വസ്തുവല്ലേ. ജയിലിന് മുന്നിലാണ് ഈ പൊട്ടിക്കാൻ ശ്രമിച്ചത്. എവിടെയാണെങ്കിലും സ്ഫോടനം നടക്കുന്ന ഒരു വസ്തു കൈകാര്യം ചെയ്യണതിന് അതിൻ്റെതായ കുറെ മാർഗനിർദ്ദേശങ്ങളുണ്ട്, അത് പാലിക്കണ്ടേ. അങ്ങനെ പോലീസല്ല ഇത് ഏത് അനുവാദം ആരനുവാദം കൊടുത്തു പറഞ്ഞാലും പബ്ലിക്കിന്റെ ഇടയിൽ പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ പടക്കം പൊട്ടിക്കുക, ജയില് പോലെ ഒരു സുരക്ഷിത മേഖലയിൽ പടക്കം പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമലംഘനമല്ലേ. കൂടാതെ ഇനി ഒന്നും അല്ലെങ്കിലും ഇവിടെ ഒരു ക്രമസമാധാനം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് പറഞ്ഞാൽ അനുസരിക്കാൻ പൊതുജനം ബാധ്യസ്ഥരല്ലേ. അപ്പൊ പിന്നെ പൊതുജനം ഞാൻ അസോസിയേഷനാണ്, ഞങ്ങളുടെ നേതാവിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ? നാളെ വേറൊരാൾ പടക്കത്തിന് പകരം ഞാൻ ചെറിയ ബോംബ് പൊട്ടിക്കണം എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? അത് നമുക്ക് പിന്നീട് ആലോചിക്കാം. നിയമവശങ്ങൾ എപ്പോഴും ഒഫൻസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിയമ നടപടികൾ സ്വീകരിക്കലല്ലേ നിവൃത്തിയുള്ളൂ. അത് നമ്മൾ ഇവരെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരെ ഇവിടുന്ന് മാറ്റാൻ ശ്രമിക്കും കേട്ടോ. അത് തന്നെയാണ് എന്തായാലും അദ്ദേഹം പറയുന്നത് പോലെ തന്നെ റഫീഖ് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് പോലെ തന്നെ റഫീഖ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് പോലെ തന്നെ കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് അവർ പറയുന്നത്. ഇതിപ്പോൾ പറഞ്ഞ് മാറ്റാൻ ശ്രമിക്കും, പക്ഷേ ആ പറഞ്ഞു മാറ്റുന്നതിൽ കൃത്യമായ ഒരു ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും എന്തായാലും അതിനാടകീയമായ രംഗങ്ങൾ തന്നെയാണ് ജയിലിന് പുറത്ത് നടക്കുന്നത്. മെൻസ് അസോസിയേഷൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പടക്കം പൊട്ടിച്ച് ആഹ്ലാദ പ്രകടനം നടത്താനായിരുന്നു അവരുടെ ശ്രമം. എന്നാൽ പോലീസ് പടക്കം പിടിച്ചു വാങ്ങിയിരിക്കുകയാണ്. അതിനാടകീയ രംഗങ്ങൾ തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്നവർ അവിടെ എത്തി ആഹ്ലാദ പ്രകടനം നടത്താൻ ശ്രമിച്ചുകൊണ്ട് നടത്തിയത്.